ഹായ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതെ. എങ്ങനെയാണ് ക്യാൻവ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള മീഡിയംസിലേക്ക് നമുക്ക് നിറയെ പോസ്റ്റുകളൊക്കെ നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്തും ആയിക്കോട്ടെ, നമുക്ക് അതിന് പറ്റുന്ന രീതിയിൽ നമുക്ക് ക്യാൻവ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ക്യാൻവ എന്ന് പറയുന്നത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ കാണും. ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ഇതാണ് ക്യാൻവ എന്ന് പറയുന്നതിന്റെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരുപാട് പോസ്റ്റേഴ്സ് കാണാൻ പറ്റും അല്ലെ? നിറയെ പോസ്റ്റേഴ്സ് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു പോസ്റ്റോ മറ്റു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോവാം. ഹോം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റ്, ടെംപ്ലേറ്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ. മെനു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് യുവർ ഡിസൈൻ നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ടെംപ്ലേറ്റ്സ്, ക്യാൻവ AI സപ്പോർട്ട് ഉണ്ട് ക്യാൻവയിൽ. അതുപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഫ്രീ ഓപ്ഷൻ ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രസന്റേഷൻ, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, പോസ്റ്റർ, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, വീഡിയോ, റെസ്യൂമ്, ഇമെയിൽ, ഇൻവിറ്റേഷൻ, ലോഗോ, മൊബൈൽ വീഡിയോ, ഇങ്ങനെ നിറയെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇങ്ങനെ എന്താവശ്യത്തിന് നമുക്കിപ്പോൾ ഒരു വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കണ്ടന്റ് എന്താണെങ്കിലും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഓൾറെഡി പ്രീ ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ഈ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് നമുക്കൊരു ട്രയലായിട്ട് ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മെനു. ഇവിടെയാണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. കണ്ടില്ലേ? നിറയെ ടെംപ്ലേറ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ടെംപ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അനായാസം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും നിങ്ങൾക്ക് സ്വന്തം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റും എങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ടാക്കുക എന്നുള്ളത് പഠിക്കാം. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.